ഓക്കെ, ഹലോ എവരി വൺ. നമുക്ക് നോക്കാം സോഷ്യൽ പ്രോസസ് ആൻഡ് ബിഹേവിയർ ഇഷ്യൂസ്. സാധാരണ ഞാൻ ചെയ്യും പോലെ ഓരോ മൊഡ്യൂളിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പർ വൈസ് നോക്കി പോകുന്നില്ല. ബട്ട് ഞാൻ എന്ത് ചെയ്തു, ഒന്നിരുന്ന് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ടുണ്ട്. അത് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ടൊന്നൊരു 10 ക്വസ്റ്റ്യൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ 10 ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രം നോക്കി പോവാം. സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ വലിയ പ്രശ്നമല്ല, ഒരുവിധം കയ്യിൽ നിന്ന് കേട്ട് എഴുതാനുള്ള സാധനങ്ങളേ ഉള്ളൂ. കാണാൻ പഠിക്കാനുള്ള സാധനങ്ങൾ കുറവാണ്. എന്നാലും റിപ്പീറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്ന് നോക്കി പോകണം. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 4 ബ്ലോക്കുകൾ. എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ, ഇൻ്റർപേഴ്സണൽ പ്രോസസ്സ് എന്താണ്, ഇൻ്റർപേഴ്സണൽ ആൻഡ് ഗ്രൂപ്പ് പ്രോസസ്സ് എന്താണ്, ഇതിൻ്റെയൊക്കെ എമർജിങ് ട്രെൻഡ് എന്താണ്. അപ്പോൾ ഏറ്റവും ബേസിക്കലി ഒരു ഓർഗനൈസേഷൻ, അതിൻ്റെ അകത്ത് നമ്മൾ എങ്ങനെ പെരുമാറുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഓർഗനൈസേഷൻ ബിഹേവിയറിൽ പഠിക്കാനുള്ളത്. അതായത് നമ്മളൊരു പ്രത്യേക തരം കമ്പനിയിൽ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കണം നമ്മുടെ പെരുമാറ്റം, നമ്മുടെ അപ്രോച്ചസ് എങ്ങനെയായിരിക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ അത് പഠിക്കുന്നത്. ഓക്കെ, വായിക്കും മനസ്സിലാവും. നമുക്ക് ഇടയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് ഡിസ്കഷൻ ചെയ്ത് തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, പേര് പറയുന്ന പോലെ തന്നെ ഒരു സോഷ്യൽ ബിഹേവിയർ അതെന്താണെന്നുള്ളതാണ് പറയുന്നത്. നോക്കാം. അപ്പോൾ നമുക്ക് സ്ഥിരം കാണുന്ന ചോദ്യങ്ങളും അതിൻ്റെ ആൻസേഴ്സ് നോക്കി പോവാം. ബേസിക്കലി എന്താണ് ഓർഗനൈസേഷൻ ബിഹേവിയർ എന്ന് ചോദിച്ചാൽ, ഇറ്റ് റിഫേഴ്സ് ഓൺലി ടു ദ ബിഹേവിയർ ആൻഡ് നേച്ചർ ഓഫ് പീപ്പിൾ ഇൻ ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷൻ എത്തുമ്പോൾ ആൾക്കാർ എങ്ങനെയാണ് പെരുമാറുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ചുള്ള ഒരു പഠനമാണ് ഓർഗനൈസേഷൻ ബിഹേവിയർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പറയുന്ന നോക്കിയാണ്, ഓർഗനൈസേഷൻ ബിഹേവിയർ ഇസ് എ ബിഹേവിയറൽ അപ്രോച്ച്. ഇറ്റ് ഹെൽപ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഹ്യൂമൻ ബിഹേവിയർ അറ്റ് വർക്ക്. അതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ വർക്കിലെത്തുമ്പോൾ ഹ്യൂമൻ ബിഹേവിയർ എങ്ങനെയായിരിക്കും, അത് നമുക്ക് എങ്ങനെ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇന്ന സിറ്റുവേഷൻസ് വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ ആൾക്കാരൊന്ന് കാരണം ഹാൻഡിൽ ചെയ്യാൻ ഏറ്റവും പാടുള്ള റിസോഴ്സാണ് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്നത് അല്ലേ. എങ്ങനെ ഹാൻഡിൽ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. സ്ഥിരം കാണുന്നൊരു ചോദ്യം, ഈ ഒരു ഏരിയയിൽ നിന്ന് കാണുന്നൊരു ചോദ്യമാണ്, എന്താണ് ഓർഗനൈസേഷൻ ഡെവലപ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മോഡൽ എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ മോഡൽസ് ഏതൊക്കെയാണ്. ഓക്കെ, ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ ഫസ്റ്റ് മോഡൽ പറയുന്നത് ഓട്ടോക്രാറ്റിക് മോഡലാണ്. ഓട്ടോക്രാറ്റിക് എന്ന വാക്ക് നമ്മൾ സ്ഥിരം ലീഡർഷിപ്പ് സ്റ്റൈലിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. എന്താണ്, അവിടെ മാനേജർ ഒരു ഹെഡായിട്ട് നിന്നുകൊണ്ട് ബാക്കിയുള്ളവരെ പവർഫുള്ളായിട്ട് കൺട്രോൾ ചെയ്യണം. അയാളുടെ പവർ ഉപയോഗിച്ച് ബാക്കിയുള്ളവർ എന്ത് ചെയ്യാണ്, കൺട്രോൾ ചെയ്യുന്നൊരു സിസ്റ്റമാണ് ഓട്ടോക്രാറ്റിക് മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്, അവിടെ ഫ്രീഡം വളരെ കുറവായിരിക്കും. ബോസ് എന്ന നിലയിൽ അയാൾ മുകളിൽ നിന്നിട്ട് അയാളുടെ ഓർഡേഴ്സ് അനുസരിച്ച് ബാക്കിയുള്ളവർ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. അല്ലാതെ ഈ പറയുന്ന പോലെ ഫ്രീഡം കൊടുക്കുന്നു, ആൾക്കാർക്ക് അവരുടെ അഭിപ്രായം പറയുന്ന ഒരു സ്വാതന്ത്ര്യം കൊടുക്കുന്നു, അവരെ കേട്ടിട്ട് തീരുമാനം എടുക്കുന്നു, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. പണ്ടത്തെ ഒരു മുതലാളിത്തം എന്ന് പറയില്ല, ആ ഒരു രീതിയിലായിരിക്കും അവിടെ അവർ ഓർഗനൈസേഷൻ അത് പെരുമാറുന്നത്. മുതലാളി തൊഴിലാളി എന്ന് പറയുന്ന റെസ്പെക്റ്റ്ഫുൾ ബന്ധമല്ലാതെ ഒന്നും അവർക്കിടയിൽ ഉണ്ടാകാൻ പാടില്ല. ഒരു സോഷ്യൽ പ്രസൻസോ അങ്ങനെയൊന്നും ഉണ്ടാകാൻ പാടില്ല. ഈ ഒരു മോഡലിന് അതിൻ്റേതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളുണ്ട്. ഗുണങ്ങളെന്ന് പറഞ്ഞാൽ തീരുമാനം എടുക്കുന്നത് വളരെ സ്പീഡാവും, മറ്റവർ ജോലിക്കാർ ഒരു വിധത്തിൽ ഉഴപ്പത്തില്ല, അങ്ങനത്തെ ഗുണങ്ങളൊക്കെ ഉണ്ട്. ദോഷങ്ങൾ പറയുന്നത് എംപ്ലോയീസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് ഇതിപ്പോൾ നിലവിൽ ആരും ഫോളോ ചെയ്യാത്ത സാധനമാണ്. എംപ്ലോയീസ് സാറ്റിസ്ഫൈഡ് ആയിരിക്കത്തില്ല, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല. കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അവർ നേരിട്ട് ജോലി ചെയ്യുന്നത്, അവരുടെ അഭിപ്രായങ്ങൾ കേൾക്കുന്നില്ല തുടങ്ങിയ പ്രശ്നങ്ങളൊക്കെ ഓട്ടോക്രാറ്റിക്കിൻ്റെ ഉണ്ടാവും. രണ്ടാമതൊരു അപ്രോച്ചാണ് കസ്റ്റോഡിയൽ മോഡൽ എന്ന് പറയുന്നത്. ഇവിടെ ഇവർ തമ്മിലുള്ള ബന്ധം ഒരു മോണിറ്ററി ടേംസാണ്. അതായത് ഇവർ കൂടുതൽ പണിയെടുത്താൽ കൂടുതൽ ശമ്പളം കിട്ടും, അല്ലെങ്കിൽ ഇക്കണോമിക്കൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളൊരു സെറ്റപ്പാണ്. അല്ലാതെ അവിടെയും എന്ത് വരുന്നില്ല, ഒരു എംപ്ലോയർ റിലേഷൻ, അതിൻ്റെ അകത്ത് ഒരു സോഷ്യൽ സാധനം ഉണ്ട്. അതായത് എന്താ പറയുക, ഇവർ ഒത്തുകൂടുന്ന അവസ്ഥകളുണ്ടാവണം, ഒരുമിച്ച് നിന്ന് കളികൾ കളിക്കണം, അങ്ങനത്തെ സാധനങ്ങളൊന്നും അവർ ചിന്തിക്കുന്നേ ഇല്ല. ഇവർക്ക് നല്ല പണിയെടുത്താൽ ബെനിഫിറ്റ്സ് ഉണ്ടാവും, ഇല്ലെങ്കിൽ നിങ്ങൾ ബുദ്ധിമുട്ടും. അപ്പോൾ അതിനെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് വെച്ചുകൊണ്ടുള്ള ഒരു രീതിയിൽ പോകുന്ന ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് കസ്റ്റോഡിയൽ ഓർഗനൈസേഷൻ. അവിടെ ഈ പറഞ്ഞ പോലെ എംപ്ലോയിക്ക് കൊടുക്കുന്ന ബെനിഫിറ്റ് വെച്ചിട്ടാണ് അവർ ആ റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. ഓക്കെ, അല്ലാതെ സോഷ്യൽ റിലേഷനൊന്നും വലിയൊരു ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നില്ല. അടുത്ത മോഡലാണ് സപ്പോർട്ടീവ് മോഡൽ. ഇവിടെ എന്താണ്, നമ്മുടെ ലീഡർഷിപ്പിനെ ആര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയും പോലെ എംപ്ലോയീസ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവർ തമ്മിലൊരു ബന്ധം മെയിൻറ്റെയിൻ ചെയ്താണ് ഇവിടെ പോകുന്നത്. അല്ലാതെ വെറുതെ എന്താണ് ഇവരെ മേലെ ഒരു ഓട്ടോക്രാറ്റിസം കാണിക്കുന്നു, അങ്ങനെ ഒന്ന് ഓർഡർ കൊടുക്കുന്നു, നിങ്ങൾ വർക്ക് ചെയ്യുമെന്ന് പറയുന്നതും അല്ല, നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് പൈസ കിട്ടും അതുപോലെ എന്നുള്ളൊരു അപ്രോച്ചും അല്ല. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ച് പോകുന്ന ഒരു സിസ്റ്റമാണ് സപ്പോർട്ടീവ് മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ എംപ്ലോയീസിന് എന്തുകൊണ്ട് അവരുടെ അഭിപ്രായം പറയാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞ് ഇൻട്രാക്ട് ചെയ്യാനൊക്കെ ഉള്ളൊരു സ്കോപ്പുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് അവർക്കിടയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, എംപ്ലോയറിൻ്റെ ഒക്കെ ഇടയിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഓർഗൻ, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുന്ന സ്ഥലം ഈ പറഞ്ഞ ഏത് രീതിയിലെന്നൊന്ന് ആലോചിച്ച് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ചിലയിടത്ത് എന്താണ് മുകളിലിരിക്കുന്നത്, ഞാൻ കോളേജിലെ ജോലി ചെയ്ത് പ്രിൻസിപ്പൾ ഒരു ഓർഡർ തരുന്നു, നമ്മൾ അനുസരിക്കുന്നു എന്നേ ഉള്ളൂ എങ്കിൽ അത് ഓട്ടോക്രാറ്റിക്കാണ്. അതേ സമയത്ത് പ്രിൻസിപ്പൾ എന്ത് ചെയ്യുന്നു, പറയുന്നു നിങ്ങൾ കൂടുതൽ പിള്ളേരെ കൊണ്ടുവന്നാൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റിസൾട്ട് കൊണ്ടുവരാൻ പറ്റിയാൽ
നിങ്ങളുടെ ശമ്പളം കൂടുമെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പെരുമാറുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റോഡിയലാണ്. പക്ഷേ അതേസമയം പ്രിൻസിപ്പൾ ഓരോ തീരുമാനം എടുക്കുമ്പോഴും നമ്മളെയും കൂടെ വിളിച്ചിരുത്തി ചർച്ച, നമ്മളെ കോളേജിലൊക്കെ അങ്ങനെ നടക്കുന്നത്, വിളിച്ചിരുത്തി ചർച്ച ചെയ്തിട്ടാണ് തീരുമാനങ്ങൾ എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതെന്താണ്, സപ്പോർട്ടീവാണ്. നമ്മളെ അവർ സപ്പോർട്ട് ചെയ്യുന്നു, അവരുടെ ഡിസിഷൻസിൽ നമ്മൾ ഒരു പാർട്ടായി മാറുന്നു. ഓക്കെ. ആൻഡ് ദ ലാസ്റ്റ് മോഡൽ ഈസ് കൊളീജിയൽ മോഡൽ. കൊളീജിയൽ മോഡൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എക്സ്ട്രീമാണ്. ഓക്കെ, അതായത് എന്താ പറയുക, അവിടെ ഈ പറഞ്ഞ ഓരോ മോഡലും നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും എംപ്ലോയീസിൻ്റെ പാർട്ടിസിപ്പേഷൻ ഇങ്ങനെ കൂടി പോവുകയാണ് അല്ലേ. ഓട്ടോക്രാറ്റിക്കൽ വളരെ കുറവായിരുന്നു, അല്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറയാം. അവിടെ നിന്ന് മറ്റെന്തായിരുന്നു, കസ്റ്റോഡിയനിലേക്ക് ഒരല്പം കൂടി, അവിടെ നിന്ന് സപ്പോർട്ടീവിലേക്ക് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ട്. അതിലൊരു എക്സ്ട്രീമാണ് ഈ പറഞ്ഞ കൊളീജിയൽ മോഡൽ. അതായത് എന്താണ്, മുതലാളി തൊഴിലാളി അങ്ങനെ ഒന്നും ഒരു ഇതില്ലാതെ ഒരൊറ്റ ടീമായിട്ട് നമ്മൾ നമ്മുടെ ഒബ്ജക്റ്റീവിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുന്നതിന് എന്തെന്ന് പറയുന്നത് കൊളീജിയൽ മോഡൽ. അവിടെ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് തോന്നത്തില്ല, ഒരു സുപ്പീരിയറാണ് നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്നത്, അയാൾക്കാണ് ഏറ്റവും വലിയ പവർ എന്നൊന്നും നമുക്ക് തോന്നത്തില്ല. ആ ഒരു ഒബ്ജക്റ്റീവാണ്. നമുക്കിപ്പം ഇന്ന ഒരു മാസം കൊണ്ട് ഇത്ര സെയിൽസ് ഉണ്ടാക്കിയെടുക്കണം നമ്മുടെ കമ്പനിയുടെ ഒബ്ജക്റ്റീവ് ആണെങ്കിൽ എല്ലാവരും അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ട്, ഇൻക്ലൂഡിങ് ദ എന്താ പറയുക മാനേജ്മെൻറ്റ്. അങ്ങനെ നമുക്ക് തോന്നത്തുള്ളൂ. അല്ല വെച്ചാൽ കൊളീഗാണ്, നമ്മളെല്ലാവരും നമ്മളെ കൊളീഗ്സാണ്, നമ്മളെല്ലാം ഒരു ടീമിൻ്റെ പാർട്ടാണെന്ന് തോന്നിയിരിക്കുന്ന രീതിയിൽ പോകുന്ന ഒരു ഓർഗനൈസേഷനാണ് എന്തെന്ന് പറയുന്നത് കൊളീഗൽ മോഡൽ ഓഫ് ഓർഗനൈസേഷൻ ബിഹേവിയർ. അപ്പോൾ എല്ലാം എന്താണ്, ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പല മോഡലുകളാണ് നമ്മളിപ്പോൾ കണ്ടത്. ഓക്കെ. പിന്നെ ഇടയ്ക്കൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് വാട്ട് ഈസ് സോഷ്യൽ മാൻ തിയറി എന്ന് പറയുന്നത്. പല അപ്രോച്ചസ് വന്നിട്ടുണ്ട് ഈ ആൾക്കാരെ എങ്ങനെ മാനേജ് ചെയ്യണമെന്നതിനെ കുറിച്ചുള്ള പല ചിന്തകൾ, എവല്യൂഷൻ എന്ന് തന്നെ വേണമെങ്കിൽ വിളിക്കാം. പണ്ട് കാലത്തൊരു ചിന്ത ഈ പറഞ്ഞ പോലെ ഓട്ടോക്രാറ്റിക് ആയിട്ടുള്ളൊരു ചിന്ത ഉണ്ടായിരുന്നു, അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ കസ്റ്റോഡിയൻ ആയിട്ടുള്ളൊരു സാധനത്തിലേക്ക് വന്നു. ഇങ്ങനെ ആൾക്കാരുടെ നമ്മുടെ മാനേജ്മെൻറ്റിൻ്റെ ഇത് മാറിക്കൊണ്ടിരുന്നു. കാര്യം എന്താ പറയുക, ആൾക്കാരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടണമെന്നുണ്ടെങ്കിൽ അവരെ നമ്മളൊരു സൊസൈറ്റിയുടെ പാർട്ടായിട്ട് കാണണം, അല്ലാതെ നമ്മൾ മുകളിൽ അവർ താഴെ എന്നുള്ളൊരു സാധനം വെച്ചിട്ടിരുന്നാൽ ഒരുമാതിരി അടിമപ്പണി ചെയ്യുമ്പോൾ ആയിപ്പോവും എന്നുള്ള ചിന്തയാണ് പയ്യെ എന്ത് ചെയ്യുന്നത്, എവല്യൂഷൻ കൊണ്ടുവന്നത്. ഈ ഒരു ഓർഗനൈസേഷന് ആൾക്കാരോടുള്ള പെരുമാറ്റത്തിൽ എവല്യൂഷൻ കൊണ്ടുവന്നത്. അതിൻ്റെ ഒരു എക്സ്ട്രീം എന്ന് തന്നെ പറയും ഈ സോഷ്യൽ മാൻ തിയറി, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വാതിൽ തുറന്നിട്ടത് ഈ ഒരു അപ്രോച്ചാണ്. അന്നത്തെ വലിയ പ്രശസ്തരായ FW ടൈലർ, ഹെൻറി ഫയോള്, വെബ്ബർ, പിന്നെ മാരി പാർക്കർ പോലുള്ള ആൾക്കാർ എന്ത് ചെയ്യുമെന്നറിയാവോ, അവർ ചിന്തകരാണ്, തിയറിസ്റ്റുകളാണ്. അവരെന്ത് ചെയ്യുന്നറിയോ, അവരിന്ന് ചർച്ച ചെയ്ത് പലപ്പോഴും ഈ ഒരു ഇൻഡസ്ട്രിയലൈസേഷൻ റെവല്യൂഷനൊക്കെ നടക്കുന്ന സമയമാണ്. അവരുടെ ഈ ബിസിനസ്സുകളിൽ ചെന്ന് പഠനം നടത്തി അഭിപ്രായം പറയാം. അവർ കണ്ടെത്തിയൊരു കാര്യം, നമ്മൾ എന്ത് ചെയ്യണം, എംപ്ലോയീസിനെ സോഷ്യൽ അനിമലായിട്ട് കാണണം, ആസ് എ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആയിട്ട് കാണണം, അല്ലാതെ അടിമകളായിട്ട് കണ്ടിരുന്നാൽ ജോലി കൊടുക്കുന്നു, ചെയ്യുന്നു, വീട്ടിൽ പോകുന്നു, അത്രയേ ഉള്ളൂ എന്ന് കണ്ടിരുന്നാൽ എന്ത് ചെയ്യത്തില്ല, അവർക്കും ഒരു ഡെവലപ്മെൻറ്റ് ഉണ്ടാകത്തില്ല, നമ്മളെ ബിസിനസ്സിനും ഒരു ഗ്രോത്ത് ഉണ്ടാകത്തില്ല എന്ന് തിരിച്ചറിഞ്ഞ് സജസ്റ്റ് ചെയ്ത ആൾക്കാർ. അപ്പോൾ ഇവരുടെ സജഷൻസിൻ്റെ ചൂട് പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാണുന്ന പല അപ്രോച്ചുകളും വരുന്നത്. എന്താണ്, പിന്നെ ഒരു എംപ്ലോയിക്ക് നല്ലൊരു അച്ചീവ്മെൻ്റ് ഉണ്ടായി റെക്കഗ്നൈസ് ചെയ്യുന്നു, പണ്ടത്തെ പോലെ വലിയ ശിക്ഷകളും കാര്യങ്ങളൊന്നും ആരും ഏറ്റുവാങ്ങുന്നില്ല, പിന്നെ ലേ ഓഫുകളൊക്കെ ഭയങ്കര കുറവ്. പണ്ടൊക്കെ നമുക്ക് ഒരു ഇതുമില്ല, ചുമ്മാ കളി എപ്പോഴും ഉണ്ട്, ഇല്ലെന്നില്ല, ലേ ഓഫിനൊന്നും ഒരു പറയുന്ന പോലെ ഒരു പ്രൊസീജിയറൊന്നും കാണണമെന്നൊന്നുമില്ല. കാര്യം ജോലിക്കാരനല്ലേ, അവൻ പോയാൽ വേറെ ആൾ വരും എന്നുള്ളൊരു അപ്രോച്ച്. അങ്ങനെയല്ല, ഇവരെല്ലാവരും മനുഷ്യരാണ്, ഒരു ടീമായിട്ട് സന്തോഷമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റിയാലേ ഇവർക്ക് നല്ലപോലെ പണിയെടുക്കാൻ പറ്റൂ. അങ്ങനത്തെ ഒരു മാനേജ്മെൻറ്റ് ലീഡർഷിപ്പ് പരിപാടി വരണം എന്നുള്ള ചിന്ത ആദ്യം മുന്നിലേക്ക് കൊണ്ടുവന്ന ഈ പറഞ്ഞ മഹാന്മാരാണ്. അവർ സ്റ്റേറ്റ് ചെയ്ത തിയറീസിനാണ് എന്തെന്ന് വിളിക്കുന്നത് സോഷ്യൽ മാൻ തിയറി. അതായത് എംപ്ലോയീസ് എന്താണ്, ഒരു സോഷ്യൽ മാനാണ്, ഒരു സോഷ്യൽ അനിമലാണെന്നുള്ളൊരു തിരിച്ചറിവ് വേണം എന്നുള്ളൊരു സാധനം അവരാ പറഞ്ഞു. ഓക്കെ, പലപ്പോഴത്തും കണ്ടിട്ടുള്ളതുകൊണ്ട് ഞാൻ ഒന്ന് സ്റ്റെപ്പ് നോക്കുന്നേ ഉള്ളൂ. ഓക്കെ. പിന്നെ വളരെ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ളൊരു ചോദ്യമാണ് വാട്ട് ഈസ് പേഴ്സണാലിറ്റി എന്നുള്ള സാധനം. ഓക്കെ, ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, എന്താണ് ഈ പേഴ്സണാലിറ്റി എന്നുള്ള സാധനം. പേഴ്സണാലിറ്റി എന്താണെന്ന് മാത്രമല്ല ഒരുപാട് ചോദ്യങ്ങൾ താഴോട്ട് ഞാൻ അത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പേഴ്സണാലിറ്റി എന്താണ് ചോദ്യത്തിന് ഇവർ പറയുന്ന ഉത്തരവാണ് ഹൗ എ പേഴ്സൺ എഫക്റ്റ് അതേഴ്സ്, ഹൗ വൺ അണ്ടർസ്റ്റാൻഡ് ആൻഡ് വ്യൂ വൺ സെൽഫ് ആൻഡ് ദ പാറ്റേൺ ഓഫ് ഇന്നർ ആൻഡ് ഔട്ടർ മെഷറബിൾ ട്രേറ്റ്സ്. അതായത് ഒരു വ്യക്തി, ഇൻഡിവിജ്വലായിട്ടൊരു വ്യക്തിയുടെ പെരുമാറ്റം എങ്ങനെ, അയാളുടെ അപ്രോച്ചസ് എന്താണ്, അതിൻ്റെ എല്ലാം ഒരു ടോട്ടാലിറ്റിയാണ് അയാളുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് അല്ലേ. പല കാര്യങ്ങളോട് അയാൾ എടുക്കുന്ന അപ്രോച്ചസ് എങ്ങനെയാണ്, അയാളുടെ കാഴ്ചപ്പാട് എങ്ങനെയാണ്, അയാളുടെ തോട്ട്സ്, ബിലീഫ്സ് എല്ലാത്തിൻ്റെ ഒരു ടോട്ടാലിറ്റിയാണ് ഒരു ഇൻഡിവിജ്വലിൻ്റെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരാളുടെ പേഴ്സണാലിറ്റിയെ നിശ്ചയിക്കുന്നത്? ഒന്ന്, ഹെറിഡിറ്റി പറയുന്ന പോലെ നമ്മൾ വളർന്നു വന്ന കുടുംബം എന്താണ്, നമ്മൾ എന്ത് സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു പെട്ടെന്ന് മനസ്സിൽ വന്നൊരു ഉദാഹരണം പറയുന്നു. ഒരു സാധാരണക്കാരന് എന്ന് വിചാരിക്കുമ്പോൾ ഒരു കൊലപാതകം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വലിയൊരു തെറ്റായിട്ടൊക്കെ തോന്നും. പക്ഷേ നമ്മൾ റൈഫിൾ ക്ലബ്ബ് സിനിമയ്ക്കകത്ത് കാണുന്ന ഒരു കുടുംബമല്ലേ,
അവർക്ക് എന്തല്ല അതൊന്നും ഒരു വലിയ കഥയായിട്ട് തോന്നത്തില്ല. ഒരു മതിയോ അവർ മിടുക്കനെന്നൊക്കെ പറഞ്ഞ് ആ ഒരു അപ്രോച്ച് ആയിരിക്കും. അതിങ്ങനെ മാറുന്ന എന്തുകൊണ്ടാണ്? ഈ പറഞ്ഞ പോലെ പിന്നെ നമ്മൾ കുടുംബത്തിൻ്റെ ഒരു അപ്രോച്ച്, നമ്മൾ കണ്ടു വളരുന്ന ഒരു അപ്രോച്ച് ഉണ്ടല്ലോ, അതിൻ്റെ ഒരു പ്രശ്നമാണ്. പിന്നെ നമ്മൾ വളരുന്ന എൻവയൺമെൻറ്റ്, പിന്നെ നമ്മുടെ സോഷ്യൽ സിറ്റുവേഷൻ. ഇപ്പോൾ ഒരു സാധാരണ കാലത്ത് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ജീവിക്കുന്ന ഒരാളുടെ ഒരു മാനസികാവസ്ഥയായിരിക്കില്ല ഒരു അടിയന്തരാവസ്ഥ കാലത്ത് ജീവിച്ച് വളർന്ന ഒരാളുടെ മാനസികാവസ്ഥ. അവർ കാണുന്ന കാഴ്ചകളൊക്കെ ഭയങ്കര ക്രൂവലായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഇൻഫ്ലുവൻസ് അവരുടെ പേഴ്സണാലിറ്റിയിലുണ്ടാവും അല്ലേ. ഏറ്റവും ബേസിക്കായിട്ട് ഈ 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ പേഴ്സണാലിറ്റിയെ നിശ്ചയിക്കുന്നത്. അവൻ്റെ കുടുംബം എന്താണ്, അവിടെ നിന്ന് കിട്ടുന്ന ഒരു അപ്രോച്ച് എന്താണ്, പിന്നെ അവൻ കാണുന്ന ചുറ്റുമുള്ള എൻവയൺമെൻറ്റ് എങ്ങനെയാണ്, പിന്നെ പൊതുവേ ഉള്ളൊരു സിറ്റുവേഷൻ അതെങ്ങനെയാണെന്നുള്ളതാണ്. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് എന്തിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഡിറ്റർമിനൻസ് ആണ്. ഓക്കെ, ഒരാളുടെ പേഴ്സണാലിറ്റി ഡിറ്റർമിനൻസ് ഒരുപാട് തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. പിന്നെ പറയുന്നു ടൈപ്സ് ആൻഡ് ട്രേറ്റ് അപ്രോച്ച് ടു പേഴ്സണാലിറ്റി. ഓക്കെ, നമുക്ക് നോക്കാം. ഇതും ചോദിച്ചു കണ്ടിട്ടുള്ള സാധനമാണ്. ഇവിടെ പറയുന്നത് ട്രഡീഷണലി നമ്മൾ പറയുന്ന പോലെ അല്ല എന്തെന്ന് പറഞ്ഞാൽ ട്രൈറ്റുകൾ ഇവിടെ എന്താ പറയുക മാറ്റി പറയാം. ട്രൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പറയാം ഒരു ഫീച്ചർ എന്ന് പറയാം. നമുക്ക് ഒരാളുടെ പ്രത്യേകത എന്ന് പറയുന്നത് അതേപോലെ ട്രേറ്റ് അപ്രോച്ചിൻ്റെ അകത്ത് 16 തരത്തിൽ പറയുന്നുണ്ട്. റിസർവ്ഡ് ആയിട്ടുള്ള ട്രേറ്റുകളുണ്ട് അല്ലേ, ലെസ് ഇൻ്റലിജൻറ്റ്, മോർ. ഇപ്പം ഈ പറയുന്നത് ഓപ്പോസിറ്റുള്ള റിസർവ്ഡ് ആയിട്ടുള്ളവർ കാണും, ഔട്ട് ഗോയിങ് ആയിട്ടുള്ളവർ കാണും, ലെസ് ഇൻ്റലിജൻ്റ് ആയിട്ട് മോർ ഇൻ്റലിജൻറ്റ് കാണും, ഫീലിങ്സിൽ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്ത് പോകുന്ന ആൾക്കാർ കാണും, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാർ കാണും, സബ്മിസീവ് ആയിട്ടുള്ള ആൾക്കാർ കാണും. അതായത് മറ്റുള്ളവരുടെ മുമ്പിൽ ഒരു സമർപ്പണ ബോധത്തോടെ പെരുമാറുന്നവർ, എന്നാൽ എല്ലാവരെയും അടക്കി വരിക്കാം എന്നുള്ളൊരു അപ്രോച്ചുള്ള ആൾക്കാർ, സീരിയസ് ആയിട്ടുള്ള ആൾക്കാർ, എങ്ങനെയെങ്കിലൊക്കെ ഹാപ്പി ആയിട്ട് ജീവിച്ച് പോകുന്ന ആൾക്കാർ. അങ്ങനെ 16 അപ്രോച്ചസ് പറയുന്നുണ്ട്. ഒന്ന് ജസ്റ്റ് നോക്കി വെച്ചേക്കാം. പിന്നെ ടൈപ്സ് ഓഫ് പേഴ്സണാലിറ്റി ടൈപ്പ് എയും ടൈപ്പ് ബിയും പറയുന്നത് അവരെങ്ങനെയാണ് ഈ ഒരു തിയറി ടൈപ്പ് എ ടൈപ്പ് ബി തിരിക്കുന്നതെന്ന് വെച്ചാൽ, ടൈപ്പ് എ എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്ന ഇമ്പേഷ്യൻ്റ്, അതായത് ക്ഷമയില്ലാതെ അഗ്രസീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ വളരെ സിമ്പിളായിട്ട് വിടുന്ന 2 രീതി ചിന്തിക്കുക. എന്താ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ നൻപൻ സിനിമ പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നുകൊണ്ട് പറയുകയാണ്. അതിൽ ആ ഒരു വില്ലൻ എന്ന് വിളിക്കാൻ പറ്റത്തില്ല, ആ ഒരു ഭയങ്കര പ്രഡിക്വസ്റ്റായിട്ടൊരു കഥാപാത്രം ഉണ്ടല്ലോ, പുള്ളിയും പിന്നെ നമ്മുടെ വിജയ് തമ്മിലുള്ള വ്യത്യാസമല്ലേ ചെയ്ത്. വിജയിനെ ടൈപ്പ് ബി എന്ന് വിളിക്കാം. വളരെ സോഷ്യലബിളായിട്ട് ആൾക്കാരായിട്ടൊക്കെ ഒരു സന്തോഷത്തോടെ ഈസി ആയിട്ട് ചുറ്റിക്കറങ്ങി നടക്കുന്നൊരു മനുഷ്യൻ. ടൈപ്പ് എ എന്ന് പറയുന്നത് വളരെ ഹാർഡ് വർക്കിങ്, എനിക്ക് രക്ഷപ്പെടണമോ, എനിക്ക് മറ്റേതെടുക്കണോ, അങ്ങനെ എന്താ അഗ്രസീവായിട്ട് നിൽക്കുന്നൊരു മനുഷ്യൻ. ആ ഒരു വ്യത്യാസമാണ് പറയുന്നത്. പിന്നെ പേഴ്സണാലിറ്റിയുടെ തിയറീസ് പറയുന്നുണ്ട്. ഒന്ന് ഇമോഷണൽ ഓറിയൻറ്റേഷൻ, അതായത് ചില ആൾക്കാരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുന്നുണ്ട്. അത്രയും ഡെപ്തിൽ ഇറങ്ങി ചിന്തിക്കേണ്ട ആവശ്യമില്ല. ആ സ്റ്റേജസ് ഒക്കെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഓരോരുത്തരും പറയുന്ന ഓരോ കാര്യങ്ങൾ, ഓരോ സൈക്കോളജിസ്റ്റ് എന്നൊക്കെ പറയുന്ന. പിന്നെ ഇതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഇതാണ്, ഇമ്പാക്റ്റ്. നമുക്ക് നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരാളുടെ പേഴ്സണാലിറ്റിയുടെ ഒരു ഫീച്ചർ ഉണ്ടല്ലോ, അതെങ്ങനെ നമ്മുടെ ഓർഗനൈസേഷനെ ബാധിക്കുന്നു എന്നുള്ള കാര്യമാണ്. പേഴ്സണാലിറ്റി മാറുന്നതനുസരിച്ച് എന്ത് മാറും? റിസ്ക് ടേക്കിംഗ് കപ്പാസിറ്റി മാറിക്കൊണ്ടിരിക്കും അല്ലേ. അതേപോലെ സെൽഫ് മോണിറ്ററിങ്ങിനുള്ള കഴിവ്, സെൽഫ് എസ്റ്റീമിന് അവർ കൊടുക്കുന്ന വാല്യൂ, ഇതെല്ലാം എവിടെ മാറിക്കൊണ്ടിരിക്കും? ഈ ലോക്കസ് ഓഫ് കൺട്രോൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ പേഴ്സണാലിറ്റി എത്തുമ്പോൾ മാറിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പേഴ്സണലി അയാൾ നല്ല ധൈര്യമുള്ള ആളാണ്, അയാളുടെ പേഴ്സണാലിറ്റി ഭയങ്കര ധൈര്യമുള്ള ആളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിസ്ക്കി ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാൻ പുള്ളിക്ക് ഓക്കെ ആയിരിക്കും. എന്നാൽ പേഴ്സണലി ഭയങ്കര ഇമോഷണൽ വീക്ക്നെസ് ഉള്ള ഒരാളാണ്, അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. ചെറിയ ചെറിയ കാര്യങ്ങളൊന്നും പേടിച്ചു വന്ന ആൾക്കാർക്ക് നമ്മൾ വലിയൊരു ഭാരിച്ചൊരു ജോലി എടുത്തിട്ട് അയാൾ തളർന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ആസ് എ മാനേജ്മെൻറ്റ്, ആസ് ആൻ ഓർഗനൈസേഷൻ നമ്മൾ എന്തും കൂടെ നോക്കണം, ഈ പറഞ്ഞ കാര്യങ്ങൾ അയാൾ ഇൻഡിവിജ്വലി എങ്ങനെയാണെന്നുള്ള കാര്യം കൂടെ നോക്കണം. ഓക്കെ, എന്തിനു മുമ്പ് അയാൾ ഓർഗനൈസേഷൻ്റെ അകത്തൊരു റോൾ കൊടുക്കുന്നതിന് മുമ്പ്. പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളൊരു സാധനമാണ് റീ ഇൻഫോഴ്സ്മെൻറ്റ്. പലപ്പോഴും വൺ വേർഡായിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്. എന്താണ് റീ ഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്? റീ ഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്തൊരു കാര്യം ശരിയാണെന്ന് പറഞ്ഞ് ഒന്ന് ഉറപ്പിക്കുന്നതിനാണ് റീ ഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇവിടെ തന്നെ പറയുന്നുണ്ട് മോട്ടിവേഷൻ റീ ഇൻഫോഴ്സ്മെൻറ്റ് ഒന്നാണെന്ന് നമുക്ക് തോന്നും, എന്നാൽ അങ്ങനെയല്ല. മോട്ടിവേഷൻ എന്താണ്? ഒരു കാര്യം ചെയ്യാനുള്ള പ്രേരണയാണ്. ഇപ്പം നീ ഒരു 100 അഡീഷണൽ സെയിൽ നടത്തിയാൽ നിനക്ക് 1000 രൂപ അഡീഷണൽ കിട്ടും എന്ന് പറയുമ്പോൾ അയാൾക്കവിടെ മോട്ടിവേഷൻ ഉണ്ട് ആ 100 സെയിൽ അഡീഷണൽ നടത്താൻ വേണ്ടി. ഈ റീ ഇൻഫോഴ്സ്മെൻറ്റ് അങ്ങനെയല്ല. ഇപ്പം നീ ഇന്ന രീതിക്കുള്ള നീ സെയിൽ നടത്തുന്നത്, ഓക്കെ, അത് നല്ല രീതിയാണ്,
ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുക, ഇത് നിന്നെ വിജയത്തിലെത്തിക്കും എന്നൊക്കെ പറഞ്ഞ് അവനൊരു ധൈര്യം കൊടുക്കുന്ന അവൻ്റെ തോട്ടിനെ ഒന്ന് ബലപ്പെടുത്തി കൊടുക്കുന്ന പരിപാടിയാണ് റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് പറയുന്നത്. റീഇൻഫോഴ്സ്മെൻറ്റ് മോട്ടിവേഷനും വേറെയാണ്, റീഇൻഫോഴ്സ്മെൻ്റ് എന്ന് തന്നെ സെപ്പറേറ്റ് ആയിട്ട് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, റീഇൻഫോഴ്സ്മെൻ്റ് ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കുക. ലേണിംഗ് ഓർഗനൈസേഷൻ എന്താണെന്ന് പലപ്പോഴും ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ, ഒരുപാട് റിപ്പീറ്റഡ് അല്ല, പക്ഷേ ചില 1-2 തവണ ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ കൾച്ചറാണ്. ഓർഗനൈസേഷൻ കൾച്ചർ, ഈ കൾച്ചർ എന്തിനെ പ്രൊമോട്ട് ചെയ്യുന്നു? കൂടുതൽ പഠിക്കുന്നതിനെ പ്രൊമോട്ട് ചെയ്യുന്നു. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്താ പറയുക, നിങ്ങളിപ്പോൾ നടത്തുന്നത് ഒരു വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന കമ്പനിയാണെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ വേർഡ്പ്രസ് പോലത്തെ സാധാരണ കാര്യങ്ങൾ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്തിരുന്നു, പിന്നെ സ്വന്തമായിട്ട് കോഡ് ചെയ്ത് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന അവസ്ഥയിലെത്തി. ഇപ്പോൾ നിങ്ങൾ എന്തിലേക്ക് മാറുകയാണ്? വെച്ച് വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലേക്ക് മാറുകയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പഠിച്ചെടുത്ത് തന്നെ നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളുടെ ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പാക്കുന്നു. പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ച് ഇമ്പ്രൂവ്മെൻറ്റ് ഉറപ്പാക്കുന്ന ഒരു പരിപാടിയാണ് ലേണിംഗ് ഓർഗനൈസേഷൻ. ആ ഓർഗനൈസേഷൻ്റെ ഒരു കൾച്ചറിനാണ് ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് പറയുന്ന ഒരു അപ്രോച്ചാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. തുടക്കത്തിൽ പറഞ്ഞ വേർഡ്പ്രസിൻ്റെ അകത്ത് തന്നെ കാലങ്ങളോളം നിൽക്കുക, ഇപ്പോഴും നിൽക്കുന്നവരുണ്ട്. എന്നാൽ അതിൽ നിന്ന് മാറി കാലഘട്ടം അനുസരിച്ച് ഇങ്ങനെ മാറി ചിന്തിക്കുന്ന ആൾക്കാരെയാണ് നമ്മൾ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്? ലേണിംഗ് ഓർഗനൈസേഷൻ ഉദ്ദേശിക്കും. ഇപ്പോൾ ഒരു ഓർഗനൈസേഷൻ ലേണിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു, ലേണിങ്ങിലൂടെ ചേഞ്ച് വരുത്തുന്ന ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ അവരെ ലേണിംഗ് ഓർഗനൈസേഷൻ എന്ന് വിളിക്കാം. പിന്നെ അതിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും പോയില്ല. എങ്ങനെയാണ് നമ്മൾ ലേണിംഗ് നടത്തുന്നത്, ട്രെയിനിങ് നടത്തുന്നു, ഡെവലപ്മെൻറ്റ് നടത്തുന്നു, വർക്ക്ഷോപ്പുകൾ നടത്തുന്നു, അതൊക്കെ നമുക്ക് കോമൺലി ചിന്തിച്ചെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. ചിന്തിച്ചെടുക്കാൻ മാത്രം നോക്കാം. ഞാൻ കോൺസെപ്റ്റുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. പിന്നെ ചോദിച്ച് കണ്ടൊരു കാര്യമാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ എന്നാണ്. ഈ പറയുന്ന വാക്കുകളുടെ അകത്ത് തന്നെ സാധനമുണ്ട്. എന്താ? ഒരു മനുഷ്യൻ്റെ പെരുമാറ്റ രീതി ഇങ്ങനെയായിരുന്നു, നമ്മുടെ ബിസിനസ്സിന് അത് അത്ര സുഖകരമായിരുന്നില്ല, നമ്മൾ പയ്യെ അയാളെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ശകാരിച്ചും അയാൾക്ക് വേണ്ട സപ്പോർട്ടുകൾ കൊടുത്ത് എന്ത് ചെയ്തു? നമുക്ക് വേണ്ട രീതിയിലേക്ക് അയാളെ ബിഹേവിയറിനെ മാറ്റിയെടുത്തു. അതാണ് ബിഹേവിയറൽ മോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. എങ്ങനെയാണ് അത് ചെയ്യുന്നതെന്ന് പറയുന്നുണ്ട്. നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുന്നു. എന്താണ്? ഇപ്പോൾ അയാൾ വളരെ അഗ്രസീവാണ്. ഒരു കമ്പനിക്ക് അയാൾ ഇത്ര അഗ്രസീവ്നെസ് കാണിക്കേണ്ട ആവശ്യമില്ല, അപ്പോൾ അത് അബദ്ധങ്ങളിലേക്ക് കൊണ്ടെത്തിക്കാം. അപ്പോൾ അഗ്രസീവ്നെസ് മാറ്റിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിനുവേണ്ടി അയാളുടെ പെരുമാറ്റം അക്സസ് ചെയ്യുന്നു, അതിലുണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അയാൾ അഗ്രസീവ്നെസ്സിലേക്ക് കൊണ്ടെത്തിക്കുന്നതെന്നൊക്കെ ഒന്ന് മനസ്സിലാക്കുന്നു. എന്നിട്ട് അതിന് വേണ്ട കാര്യങ്ങൾ ഇമ്പാർട്ട് ചെയ്തിട്ട് ഇവാലുവേറ്റ് ചെയ്യുന്നു. ഓക്കെ, അയാൾ ചേഞ്ച് ഉണ്ടാവുന്നുണ്ടോ, ചേഞ്ച് ഉണ്ടാവുന്നില്ലെങ്കിൽ ചേഞ്ച് ഉണ്ടാവാൻ എന്ത് ചെയ്യണം? അതാണ് ബിഹേവിയറിൽ എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മോഡിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്. ഈ സാധനം ഓർഗനൈസേഷൻ്റെ അകത്ത് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഓർഗനൈസേഷണൽ ബിഹേവിയർ മോഡിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരുപാട് കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവസാന നിമിഷമാണ് ഒന്നും നമുക്ക് കാണാൻ പഠിക്കാൻ പറ്റത്തില്ല. ബേസിക് ഐഡിയ മനസ്സിലാക്കുക, ബാക്കി സ്വന്തം കയ്യിൽ നിന്ന് എഴുതാന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വായിച്ച് കാണാൻ പഠിക്കാനൊന്നും ഇക്കാലത്തൊന്നും തീരത്തില്ല. അതുകൊണ്ടാണ്. ഓക്കെ, പിന്നെ ചോദിച്ച് കണ്ടിട്ടുള്ളത് പെർസെപ്ഷനാണ്. പെർസെപ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തോന്നലുകളാണല്ലേ. നമ്മൾ ചുറ്റും പല കാര്യങ്ങൾ നടക്കുന്നുണ്ടാവും. ഓക്കെ, നമ്മൾ ചുറ്റും പല കാര്യങ്ങൾ നടക്കുന്നുണ്ട്, നമ്മൾ പല കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത് ഇടയ്ക്ക് നിന്ന് ഫിൽട്ടർ ചെയ്താണ് വരുന്നത്. അതായത് കണ്ട കാര്യങ്ങളെ നമ്മൾ റിസീവ് ചെയ്ത് നമ്മുടേതായ രീതിയിൽ നമ്മുടെ മനസ്സിലേക്ക് സ്റ്റോർ ചെയ്യണം. അല്ലാതെ കണ്ട കാര്യങ്ങൾ അതേപോലെ അല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്റ്റോർ ചെയ്യുന്നത്. ഇപ്പം എന്ത് ചെയ്യുന്നു? 2 മനുഷ്യർ വഴിയിൽ നിന്ന് അടിയുണ്ടാകുന്നു, ഒച്ചത്തിൽ സംസാരിക്കുന്നു. ഓക്കെ, തമ്പി ഭയങ്കര ഒച്ചത്തിൽ സംസാരിക്കുന്നു, നമ്മൾ ദൂരെ നിന്ന് കാണാണ്. അപ്പോൾ നമ്മളിത് കാണുമ്പോൾ നമ്മളെന്ത് വിചാരിക്കുക? നമുക്ക് ഇപ്പോൾ 2 പേരും ഇവിടെ നിൽക്കുകയാണ്. ഓക്കെ, ഈ 2 പേര് നിൽക്കുന്നതിൽ ഈ മനുഷ്യന് ഒരല്പം ലോക്കൽ ഏരിയയിൽ നിന്ന് വരുന്ന ആളാണെങ്കിൽ ഈ ഒച്ചത്തിൽ സംസാരിക്കുന്നത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമായിരിക്കും അയാളെ നാട്ടിൽ. കൂട്ടുകാരായിരിക്കും വല്ല കാര്യം സംസാരിക്കുന്നതായിരിക്കും വിചാരിക്കും. പക്ഷേ ഇയാളൊരു അത്യാവശ്യം നല്ലൊരു സിറ്റി ഏരിയയിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ ഇയാൾ എന്ത് വിചാരിക്കും ഇത് കാണുമ്പോൾ? ഇയാളെങ്ങനെ ആൾക്കാർ തമ്മിൽ ഒച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടില്ല. എന്തിനാ? സിറ്റി ഏരിയയിൽ അറിയാലോ, അവർ തമ്മിൽ സംസാരിക്കുന്നതിന് കുറവാണ്. ഒച്ചത്തിൽ സംസാരിക്കുന്നത് കാണുമ്പോൾ തന്നെ ഇയാൾ മനസ്സിൽ വിചാരിക്കും, ഓക്കെ എന്താണ് ഇവിടെ എന്തോ ഒരു അടി നടക്കുകയാണ് വിചാരിക്കും. അപ്പോൾ ബേസിക്കലി ആ ഒരു വിഷൻ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ഒരു ഇമേജ് സെയിം ആയിരുന്നു. പക്ഷേ ഇവരുടെ പെർസെപ്ഷനാണ് അതിലെന്തുണ്ടാക്കിയേ? ചേഞ്ച് ഉണ്ടാക്കി. ഇവരുടെ ധാരണകളാണ് അത് കാണുന്ന രീതിയിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കി. അപ്പോൾ ഇതുപോലെയാണ് പെർസെപ്ഷൻ എന്ന് പറയുന്നത്. എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ എങ്ങനെ കാര്യങ്ങൾ എടുക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ബിസിനസ്സിൻ്റെ അകത്ത് ഈ പറഞ്ഞ കാര്യത്തിന് ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മുടെ പെർസെപ്ഷൻ എന്തെന്നുള്ളതിന് വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓർഗനൈസേഷൻ ബിഹേവിയറിൻ്റെ അത് പഠിക്കുന്നത്. ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ ഡേറ്റയെ എന്ത് ചെയ്യുന്നു? ഇൻകമ്മിങ് ഡേറ്റ ഇൻപുട്ട് കൊടുക്കുന്നു. നമ്മളെല്ലാത്തിലും അറ്റൻഷൻ കൊടുക്കുന്നില്ല, നമുക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന രീതിയിൽ മാത്രം അറ്റൻഷൻ കൊടുക്കുന്നു. പിന്നെ അതിനെ നമ്മൾ എന്തേക്ക് മാറ്റുന്നു? പിന്നീടുള്ള നമ്മളെ ഒരു ചിന്തയെ അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. നമ്മളതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. ഇൻ്റർപ്രറ്റ് ചെയ്തിട്ട് നമ്മളതിനെ എന്താക്കി മാറ്റുന്നു? നമ്മുടെ പെരുമാറ്റത്തിൻ്റെ രീതിയിൽ നമ്മൾ റെസ്പോണ്ട് ചെയ്യുന്നു. ഇപ്പോൾ ഈ പറഞ്ഞ അടിയുടെ കാര്യം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു?
നമ്മൾ ആദ്യം കണ്ടു ഈ അടി കണ്ടിട്ട് അതിൽ മൊത്തം അടി മീൻസ് അവർ തമ്മിലുള്ള ഉച്ചത്തിലുള്ള സംസാരം അത് കണ്ടു. അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള മാത്രം, ഇപ്പോൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് ഇന്നതാണെന്നുള്ളത് മാത്രം നമ്മൾ എടുത്തു. നമ്മൾ എന്ത് ചെയ്തു, പിന്നെ അതിനൊരു അർത്ഥം കണ്ടെത്താൻ നോക്കി, നമ്മുടേതായ രീതിയിൽ തന്നെ ഇൻ്റർപ്രറ്റ് ചെയ്തു. അവിടെ നമ്മൾ പിന്നെ റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മുടെ ബിഹേവിയർ പോലെ ഇരിക്കും. ചില ആൾക്കാർ എന്ത് ചെയ്യും, ഓടിച്ചെന്ന് എന്താ ചേട്ടാ സാധനം ചോദിക്കും, ഇതെല്ലാം ഒരു കണ്ടിട്ട് കാണാത്ത പോലെ പോകും. അതൊക്കെ അവരുടെ ബിഹേവിയർ എന്താണോ അതനുസരിച്ച് അവർ റെസ്പോണ്ട് ചെയ്യുന്നുള്ളതാണ്. ഓക്കെ, ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിനെ കുറിച്ച് പലപ്പോഴും ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ ചോദിക്കുന്നത് എന്താണ് ഈ ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റിൻ്റെ സ്റ്റേജസ്, അല്ലെങ്കിൽ എന്താ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നാണ്. വീണ്ടും വാക്കുകൾ നോക്കുക. ഗ്രൂപ്പുകളെ ഡെവലപ്പ് ചെയ്തെടുക്കുക. നമ്മുടേതായ ഒരു ഗ്രൂപ്പിനെ ഡെവലപ്പ് ചെയ്തെടുക്കുന്ന പ്രോസസ്സിനാണ് ഗ്രൂപ്പ് ഡെവലപ്മെൻറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വലിയ കഥകളൊന്നുമില്ല അതിൻ്റെ അകത്ത്. അപ്പോൾ ഇതൊരു പ്രൊസീജിയറാണ്, ഒരു പ്രോസസ്സാണ്. എന്താണ് ഈ പ്രോസസ്സിലൂടെയാണ് എപ്പോഴും ഒരു ഗ്രൂപ്പ് ഡെവലപ്പായി വരുന്നത്. നമ്മുടെ ഇതിൻ്റെ അകത്തായിരുന്നാൽ പോലും, നമ്മൾ ബിസിനസ്സിൻ്റെ അകത്തായിരുന്നാൽ പോലും ഈ പറഞ്ഞൊരു രീതിയിലായിരിക്കും ഗ്രൂപ്പുകൾ ഡെവലപ്പ് ചെയ്ത് പോകുന്നതെന്നാണ് പറയുന്നത്. ഏറ്റവും ആദ്യത്തെ സ്റ്റേജ് പറയുന്നത് എന്താ, ഫോമിംഗ് ആണ്. പേര് പറയുന്ന പോലെ തന്നെ ഇനിഷ്യലായിട്ട് നമ്മൾ ആൾക്കാർ കണ്ടുമുട്ടുന്നു, അവരവരുടേതായ ഐഡിയാസ് എക്സ്ചേഞ്ച് ചെയ്യുന്നു. നമ്മൾ ഐഡിയാസ് തമ്മിൽ ഒരു ഒത്തൊരുമയുണ്ടെന്ന് തോന്നി അവർ ഗ്രൂപ്പായി മാറുന്നു. ഇപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഒരു കമ്പനിക്കകത്തായിരുന്നാൽ പോലും എല്ലാ എംപ്ലോയീസും എല്ലാം അംഗീകരിക്കണമെന്നില്ല. പക്ഷേ ഒരേ കാര്യം അംഗീകരിക്കുന്ന എംപ്ലോയീസ് എല്ലാം കൂടെ എന്തായി ഒരൊറ്റ ഗ്രൂപ്പായിട്ട് മാറും. ചിലർ MD ഇഷ്ടപ്പെടുന്നവരായിരിക്കും, MD എതിർ ടീം കാണും. അങ്ങനെ ഗ്രൂപ്പുകളായിട്ട് എന്താവും, അവർ തമ്മിൽ ഫോം ആവും. പിന്നെ അവർക്കിടയിൽ അടി നടക്കും അല്ലേ. അവർ കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാക്കി, ഇല്ല ഇതാണ് ശരി അതാണ് ശരി എന്നും പറഞ്ഞിട്ട് ഗ്രൂപ്പുകളുടെ അകത്തൊരു അടി നടക്കും. ആ ഒരു ഫോമിനാണ്, ആ ഒരു സ്റ്റേജിനാണ് സ്റ്റോമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ അടിയൊക്കെ കഴിഞ്ഞ അവസാനം ഒരു ധാരണയിലെത്തും, ഇന്ന രീതിയിൽ ആൾക്കാർക്ക് മാത്രമേ ഈ ഗ്രൂപ്പിൽ നിലനിൽക്കാൻ പറ്റുമെന്നുള്ളൂ. അപ്പോൾ അത് ആ ഒരു സ്റ്റേജിനാണ് നോമിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവസാനം പെർഫോമിങ് പറയുന്നത് നമുക്കിപ്പോൾ ക്ലാരിറ്റി കിട്ടി. നേരത്തെ പോലെ അല്ല, ഇപ്പോൾ എന്താണ് നമ്മളെന്നുള്ളൊരു ഗ്രൂപ്പ് എന്താണെന്നുള്ളൊരു ക്ലാരിറ്റി കിട്ടി, നമുക്ക് പെർഫോം ചെയ്യാം. നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും, പെർഫോം പറ്റും. ഇത് സോഷ്യൽ ലൈഫിലായിരുന്നാലും ശരി, ബിസിനസ്സിലായിരുന്നാലും ശരി, പെർഫോം ചെയ്യാൻ പറ്റും, നമുക്ക് വേണ്ട രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. അഡ്ജോണിങ്ങിൻ്റെ കാര്യം പറയാം. പച്ച മലയാളത്തിൽ അഡ്ജോണിങ്ങിന് അടിച്ച് പിരിയുക എന്ന് പറയാം അല്ലേ. ഒന്ന് പിരിഞ്ഞ് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പർപ്പസ് നമ്മൾ അച്ചീവ് ചെയ്തില്ല, ആ ഗ്രൂപ്പിൻ്റെ ആവശ്യമില്ല എന്നുള്ള രീതിയിൽ പോകുന്നു. ഒന്ന് ആലോചിച്ചെടുത്താൽ കോമൺ ആയിട്ട് ഏതാണെന്നുള്ള കാര്യമുള്ളൂ. ഫോം ചെയ്യുന്നു, അടിയൊക്കെ ഉണ്ടാക്കുന്നു, ഒരു ക്ലാരിറ്റി വരുത്തുന്നു, പിന്നെ നമ്മൾ ക്ലാരിറ്റിയുടെ പുറത്ത് പെർഫോം ചെയ്ത് പോകുന്നു, അടിച്ച് പിരിയുന്നു എന്നുള്ളതാണ് ഒരു ഗ്രൂപ്പിൻ്റെ എന്താ പറയുക ഡിറ്റർമിനേഷൻ. എങ്ങനെയാണ് ഗ്രൂപ്പ് ഡെവലപ്പ് ചെയ്ത് വരുന്നത് എന്നുള്ളത് പ്രോസസ്സ്. ഓക്കെ, പിന്നെ ഒരുപാട് റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ചോദ്യം, ഒരുപാട് മീൻസ് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഉണ്ടായിരുന്നു. എന്താണ് കോൺഫ്ലിക്റ്റ് എന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ. കോൺഫ്ലിക്റ്റ് നമ്മൾ പേര് പറയുന്നതല്ല, അടി തന്നെയാണ്. രണ്ട് വ്യക്തികളോ രണ്ട് ഗ്രൂപ്പുകളോ തമ്മിലുള്ള എന്താ പറയുക അഭിപ്രായ വ്യത്യാസത്തിനെയാണ് കോൺഫ്ലിക്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോൺഫ്ലിക്റ്റ് ഒരു പരിധി വരെ നല്ലതാണ്, എല്ലാവരും ഒരേ ദിശയിലേക്ക് പോകും. അപ്പം മുതലാളി എന്ന് പറയുന്നത് ഇന്നതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഓക്കെ അത് മതി, അത് ചെയ്യാമെന്ന് നമ്മളും പറയാൻ നിന്നാൽ ഒരു പക്ഷേ ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് ഉണ്ടാവില്ല. നമ്മുടെ എന്താ പറയുക, നമ്മുടെ നിയമസഭയിൽ പ്രതിപക്ഷം ഉള്ളതുപോലെ നമ്മൾ ഭരണപക്ഷം പറയുന്ന എല്ലാം അതേപോലെ നടപ്പിലാക്കാനാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് എല്ലാ വിധത്തിലും സപ്പോർട്ട് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് വരത്തില്ല, ഒരു ഫിൽറ്ററിങ് പ്രോസസ്സ് വരത്തില്ല. അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു ചിന്ത പോലും ഒരു പക്ഷേ വന്നെന്നിരിക്കത്തില്ല. ഓക്കെ, അവിടെയാണ് നമുക്കൊരു പ്രതിപക്ഷത്തിൻ്റെ ആവശ്യമെന്ന് പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു, അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നു, അതിലെല്ലാം ഇന്നത് ചെയ്തുകൂടി, ഇന്നതല്ലേ നല്ലത്, അവർ വെറുതെ പൈസ കളയല്ലേ എന്നൊക്കെ പറഞ്ഞ് 99 കാര്യവും പറയുന്നത് എന്തായിരിക്കും, വെറുതെ ആയിരിക്കും, അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് തോന്നിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ ഒരു കാര്യമെങ്കിലും വളരെ ആക്റ്റായിരിക്കും. മനസ്സിലായില്ലേ? ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, പൊതുവേ ഉള്ളൊരു കാര്യം പറഞ്ഞു. അപ്പോൾ ആ ഒരു കാര്യം വളരെ ആപ്റ്റായിരുന്നാൽ മതി, നമുക്കത് കണ്ടെത്താൻ പറ്റി, ആ ഒരു എന്താ പറയുക ഫോൾട്ട് കണ്ടെത്താൻ പറ്റിയെന്നുള്ളൊരു സാധനമാണ്. ഓക്കെ, അപ്പോൾ അതിന് കോൺഫ്ലിക്റ്റുകൾ നല്ലതാണ്. അപ്പോൾ കോൺഫ്ലിക്റ്റിനെ കുറിച്ച് ചോദിക്കുന്ന ഒരു ചോദ്യം, എന്താണ് ഈ കോൺഫ്ലിക്റ്റിനുള്ള സോഴ്സസ്, എവിടെ നിന്നൊക്കെയാണ് ഈ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്നത്? ലിമിറ്റഡ് റിസോഴ്സസിനുള്ള കോമ്പറ്റീഷൻ അല്ലേ. നമുക്ക് എന്തുണ്ട്, നല്ലതുപോലെ പണിയെടുക്കാൻ അറിയുന്ന ഒരാളുണ്ട്, പല ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് ഇയാളെ വേണമെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. പിന്നെ ഗോളുകൾ തമ്മിലുള്ള വ്യത്യാസത്തിൻ്റെ പേരിലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. പക്ഷേ ഓരോരുത്തരും കൊടുത്തേക്കുന്ന ഓരോ ഗോളായിരിക്കും. അതുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. കോൺഫ്ലിക്റ്റ് മീൻസ് നമ്മൾ ഈ രണ്ടുപേരും മുഖത്തോക്കി തെറി വിളിക്കുന്നത് മാത്രമല്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവുക എന്നുള്ള സാധനമാണ്. ഓക്കെ, പിന്നെ ടാസ്കുകളുടെ ഇൻ്റർ ഡിപ്പെൻഡൻസ് കാരണം ഉണ്ടാവും. ഇൻ്റർ ഡിപ്പെൻഡൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് രണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിൽ എന്തുണ്ടാവും, ഒരു ഇൻ്റർ ഡിപ്പെൻഡൻസ് ഉണ്ടാവാം. ഇന്നയാൾ ചെയ്താലേ ഇയാൾക്ക് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ഇവിടെ പറയുന്നു പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സാധനം കൊടുത്താലേ സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധനം സെല്ല് ചെയ്യാൻ പറ്റും. സെയിൽസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓടി നടന്ന്, അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് ഓടി നടന്ന് എന്ത് ചെയ്തു, ഒരുപാട് സെയിൽസ് ഓർഡർ പിടിച്ചു. ഓർഡറും പിടിച്ചിട്ട് ചിലപ്പോൾ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് അതിന് അത്യാവശ്യമുള്ള സാധനം ഇല്ലെന്നുണ്ടെങ്കിലോ അവർ തമ്മിൽ എന്തുണ്ടാവും, കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം.
മനസ്സിലായില്ലേ? ആ ഒരു കോൺസെപ്റ്റാണ്. ഓക്കെ. പിന്നെ നമ്മുടെ കാഴ്ചപ്പാടിലെ വ്യത്യാസം കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, ഓർഗനൈസേഷനിൽ ക്ലാരിറ്റി കുറവ് കൊണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം, ചേഞ്ചസ് കൊണ്ടുവരും. ഇപ്പം നമ്മളിപ്പം എന്താ പറയുക, കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടായല്ലേ, തൊഴിലാളികൾക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് എന്തുണ്ടാവാം, ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാം. സോഴ്സസ് ഓഫ് കോൺഫ്ലിക്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു ടേബിൾ ഒന്ന് പഠിച്ച് വയ്ക്കാം, ഒന്ന് വായിച്ച് വയ്ക്കാം. നമുക്ക് സ്വന്തമായിട്ട് എഴുതാനുള്ളതേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ ചോദിച്ചിട്ടുള്ളതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ കോൺഫ്ലിക്റ്റിനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളൊരു ചോദ്യം കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു ചോദ്യത്തിനാണ് ഇവിടെ ഉത്തരം കൊടുക്കുന്നത്. ഓക്കേടാ, ഹൗ കോൺഫ്ലിക്റ്റ് ഈസ് മാനേജ്ഡ്. 3 രീതി പറയുന്നുണ്ട്. ഓക്കെ, 3 വ്യക്തികൾ പറഞ്ഞ ഫ്രെയിം വർക്ക് പറയുന്നുണ്ട് എങ്ങനെ കോൺഫ്ലിക്റ്റ് മാനേജ് ചെയ്യാനുള്ള. അതിൽ ആദ്യത്തേത് തോമസ് എന്ന് പറഞ്ഞൊരാൾ പറഞ്ഞ ഫ്രെയിം വർക്കാണ്. പുള്ളി പറയുന്നത് അവരുടെ ആ ഒരു കോമ്പറ്റീഷൻ്റെ അല്ലെങ്കിൽ ആ ഒരു കോൺഫ്ലിക്റ്റിൻ്റെ ടൈപ്പ് മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ചിലരെന്തായിരിക്കും, നമ്മൾ പറയുന്നതാണ് ശരിയെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, അടിയുണ്ടാക്കുന്നത്. വേറെ ചിലർ എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്നൊരു സാധനത്തിലേക്ക് എത്തണം എന്നുള്ള രീതിയിലായിരിക്കും, കൊളാബറേറ്റിംഗ് രീതിയിലായിരിക്കും കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നത്. മറ്റു ചിലരുണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു മാറാം എന്നുള്ള രീതിയിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നവരുണ്ടാവാം. മറ്റു ചിലരുടെ അവസ്ഥയെന്ന് പറയുന്നത് കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവരെന്താണ് ഈ പറഞ്ഞ പോലെ ഒരു ഒത്തുതീർപ്പിന് തയ്യാറായി നിൽക്കുന്നവരായിരിക്കും. മറ്റു ചിലർ കോംപ്രമൈസിങ് ആയിട്ടുള്ളവരാണ്. അപ്പോൾ അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർക്ക് എന്തെങ്കിലും കിട്ടണമെന്നുണ്ട്, അത് കിട്ടിക്കഴിഞ്ഞാൽ അവർ എന്ത് ചെയ്യാം, വിട്ട് കൊടുക്കാൻ തയ്യാറാണ്. അപ്പോൾ ഈ രീതിയിൽ എവിടെയാണ് നമ്മുടെ കോൺഫ്ലിക്റ്റിൻ്റെ ഒരു അപ്രോച്ച് എന്ന് മനസ്സിലാക്കുക. നമ്മുടെ കോൺഫ്ലിക്റ്റിൻ്റെ അപ്രോച്ച് എന്തുമാത്രമുണ്ട്, അല്ലെങ്കിൽ അവർ അടി ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഈ പറഞ്ഞ ഏതൊരു സ്റ്റേജിലാണ് അവർ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കി അതനുസരിച്ച് പെരുമാറുമെന്നാണ് തോമസ് പറയുന്നത്. പിന്നെ പരീക്ഷ ഫ്രെയിം വർക്കുണ്ട്. ഏതാണ്ട് ഇതേ കാര്യങ്ങൾ തന്നെ വേറൊരു രീതിയിൽ 8 മോഡലായിട്ട് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരും പറയുന്നത് എന്താണ്, ഏത് ടൈപ്പിലാണ് ഇവരുടെ ഒരു ഇത് നിൽക്കുന്നത്, ഇവരുടെ ഒരു അടി ഏത് രീതിയിലാണ് നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക, അതനുസരിച്ച് പെരുമാറുക എന്നുള്ളതാണ്. കണ്ടിജൻസി ഫ്രെയിംവർക്ക് ഒരല്പം വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കൊളാബറേഷൻ്റെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് കൊളാബറേഷൻ എന്ന് പറയുന്നത് അപ്പം എന്താ പറയുക, ഇപ്പോൾ 2 പാർട്ടികൾ ഇതുണ്ടാക്കുന്നുണ്ട്, കോൺഫ്ലിക്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അവർ തമ്മിൽ പിന്നെ റിലേറ്റഡ് ആയിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അതേപോലെ അഡ്ജസ്റ്റ്മെൻറ്റ് കാണിക്കാൻ താല്പര്യമുള്ളവർ അല്ലെങ്കിൽ അതിനുള്ള സ്കോപ്പുള്ള ആൾക്കാർക്കിടയിൽ നമ്മൾ ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ റിസോൾവ് ചെയ്യുകയെന്ന് ചോദിച്ചാൽ ബാർഗെയിനിങ്ങിലൂടെ, ബാർഗെയിനിങ് ഇൻ ദ സെൻസ് വില പേശുക, ആ ഒരു പരിപാടിയാണ്. പിന്നെ പറയുന്നത് പവർ പ്ലേ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവർക്കിടയിൽ ഇപ്പോൾ പറഞ്ഞ ഈ തമ്മിൽ പ്രശ്നം ഉണ്ടാക്കുന്ന 2 വശത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ഇടയിൽ ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇയാൾക്ക് ഇന്നതുണ്ട്, ഇയാൾക്ക് ഇന്നതില്ല, അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയാൽ ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പവറിനെ, ഒരു ഇൻഡിവിജ്വൽ പവറിനെ എംഫസൈസ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുക, അടി സോൾവ് ചെയ്യുക. അപ്പം അടി എവിടെ ആയിക്കോട്ടെ, ബിസിനസ്സിലായിക്കോട്ടെ, ഓർഗനൈസേഷനിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, 2 വ്യക്തികൾ അല്ലെങ്കിൽ 2 ഗ്രൂപ്പ് ഓഫ് ഇൻഡിവിജ്വൽസ് തമ്മിലുണ്ടാകുന്ന പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നതാണ് ഈ 3 തിയറിയും പറയുന്നത്. കോമൺ ആയിട്ടൊന്ന് നോക്കുക. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും കോൺഫ്ലിക്റ്റിൻ്റെ കാര്യം ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ബ്ലോക്കിൽ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലപ്പോഴും 1 വേർഡ് ചോദിച്ച് കണ്ടിട്ടുള്ളതാണ് റെസ്റ്റ് ഔട്ട് സ്ട്രെസ് സിൻഡ്രോം. അതൊരു സിൻഡ്രോമാണ്, ഒരു അസുഖമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ സ്ട്രെസ് ഉണ്ടാവും, ഒരു ഓർഗനൈസേഷന് ഉറപ്പായിട്ടും സ്ട്രെസ്സിനുള്ള സാധ്യതയുണ്ട്. അത് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു സൈക്കോളജിക്കൽ സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. 2 സ്റ്റേറ്റ് പറയുന്നുണ്ട്, ബേൺ ഔട്ടും റെസ്റ്റ് ഔട്ടും. പൊതുവേ ചോദിച്ച് കണ്ടിട്ടുള്ള റെസ്റ്റ് ഔട്ടാണ്, അപ്പോൾ അത് റിലേറ്റഡ് ആയതുകൊണ്ട് ബേൺ ഔട്ടും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. ബേൺ ഔട്ട് ആവുക എന്ന് പറയുന്ന പോലെ നമുക്ക് എന്താണ്, നമുക്ക് താങ്ങാവുന്നതിനപ്പുറം ജോലിയിലെ സ്ട്രെസ്സ്, പേഴ്സണൽ ഫ്രസ്ട്രേഷൻ, അതിനെ മാനേജ് ചെയ്യാനുള്ള കഴിവില്ലാതായി പോകുന്ന ഒരവസ്ഥയാണ് ബേൺ ഔട്ട് സ്ട്രെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ഇതെന്തിലേക്ക് നയിക്കും, എനർജി ലെവൽ കുറയുന്നു, നമുക്ക് ഒന്നും താങ്ങാൻ പറ്റുന്നില്ല, പെട്ടെന്ന് നമ്മൾ ഡിസ്റ്റർബഡ് ആവുന്നു തുടങ്ങിയ അവസ്ഥകളിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്നു എന്നുള്ളതാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞ അവസ്ഥേൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഈ പറഞ്ഞ റെസ്റ്റ് ഔട്ട് സ്ട്രെസ് സിൻഡ്രോം എന്ന് പറയുന്നത്. ബേൺ ഔട്ട് അല്ല, നമുക്ക് അധികം ജോലി ചെയ്യുന്നതുകൊണ്ടുള്ള പ്രശ്നമല്ല, കയ്യിലിരിക്കുന്ന ജോലി എന്താ വളരെ കുറവാണ്, നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ല, അങ്ങനത്തെ ഒരു പ്രശ്നം കണ്ടുണ്ടാകുന്ന ഒരു സ്ട്രെസ്സിനെയാണ് റെസ്റ്റ് ഔട്ട് സ്ട്രെസ് സിൻഡ്രോം. അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമുക്ക് താല്പര്യം തോന്നുന്നില്ല. മറ്റേവിടത്തെ ജോലി ഭാരം കൂടിപ്പോയതുണ്ട്, അവിടെ നേരെ തിരിച്ചാണൊക്കെ, വലിയ ജോലിയില്ല, ചെയ്യുന്ന ജോലി വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നില്ല, ഒരുപാട് ചലഞ്ചിങ് ആയിട്ടൊന്നും തോന്നുന്നില്ല, എന്നാൽ നമ്മൾ അങ്ങനെ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് താനും. മനസ്സിലായില്ലേ? ആ ഒരു അപ്രോച്ചാണ് റെസ്റ്റ് ഔട്ട് സ്ട്രെസ് സിൻഡ്രോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എംപ്ലോയി എംപവർമെൻറ്റ് ചിലപ്പോഴൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. പേര് പറയുന്നത് തന്നെയാണ്, എന്താണ്, എംപ്ലോയീസിനെ എംപവർ ചെയ്യുക, അവർക്ക് കൂടുതൽ അതോറിറ്റി കൊടുക്കുക, കൂടുതൽ ജോലികൾ ഏൽപ്പിക്കുക, കൂടുതൽ തീരുമാനം എടുക്കാനുള്ള സാധനം കൊടുക്കുക എന്നുള്ള സാധനങ്ങളൊക്കെയാണ് അതിൻ്റെ ഉള്ളത്. ഒന്ന് വായിച്ച് നോക്കുക. അത് ഞാൻ പറയുന്നത് ഒന്നും കാണാതെ പഠിക്കാൻ നിൽക്കരുത്.
മനസ്സിലായില്ലേ? പഠിക്കാൻ വന്നാൽ നമുക്ക് അതേപോലെ എഴുതേണ്ടി വരും. അതിനെ നമ്മൾ അതേ രീതിയിൽ എഴുതാനുള്ള രീതിക്കൊന്ന് വായിച്ച് വയ്ക്കാം. ചോദിച്ച് കണ്ടിട്ടുണ്ട് എംപവർമെൻറ്റ് എന്താണെന്നുള്ളത്. അവരുടെ മാനേജ്മെൻറ്റിൻ്റെ റോൾ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് ബ്രെയിൻ സ്റ്റോക്ക് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുക്കാം. ബ്രെയിൻ സ്റ്റോക്കിംഗ് മീൻസ് കൂടിയിരുന്ന് ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുക, സർക്കിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിലൂടെ അവർ എന്ത് ചെയ്യുന്നു, ഈ പറഞ്ഞ എംപ്ലോയിനെ എംപവർ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ എംപ്ലോയീസ് എന്ത് ചെയ്യുന്നു, അവർ വെറുതെ ജോലി ചെയ്ത് പോകുന്നതല്ല, നേരെ മറിച്ച് അവരുടേതായ ഒരു ഇൻപുട്ട് ഉണ്ട്, അവരുടേതായ രീതിയിൽ കമ്പനിയുടെ വളർച്ചയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നു. അങ്ങനത്തെ ഒക്കെ രീതിക്ക് എംപ്ലോയിനെ മാറ്റിയെടുക്കുകയാണ് എംപ്ലോയി എംപവർമെൻറ്റ് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇടയ്ക്ക് എപ്പോഴും ചോദിച്ച് കണ്ടതാണ് ഓർഗനൈസേഷൻ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ. പേര് പറയുന്ന പോലെ തന്നെ നമ്മൾ വെറുതെ ഒരു എന്തായിട്ട് പോകുന്നില്ല, ഒരു ഓർഗനൈസേഷൻ്റെ ഒരു പാർട്ടായിട്ടല്ല ബിഹേവ് ചെയ്യുന്നത്, അവിടുത്തെ ഒരു സിറ്റിസനെ പോലെ. അതായത് നമ്മൾ ചെയ്യേണ്ട ജോലിക്ക് ഉപരി നമ്മൾ കാര്യങ്ങൾ ചെയ്യും, നമ്മൾ റെസ്പോൺസിബിളായിട്ട് പെരുമാറി കാര്യങ്ങൾ ചെയ്യുന്ന ഒരു അപ്രോച്ചിനാണ് ഓർഗനൈസേഷണൽ സിറ്റിസൺഷിപ്പ് ബിഹേവിയർ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണങ്ങൾ എന്താണ്, ദോഷങ്ങൾ എന്താണ് എന്നൊക്കെ പറഞ്ഞ പല ചോദ്യങ്ങൾ വരാം. പൊതുവേ എന്താണെന്ന് ചോദിച്ചേ കണ്ടിട്ടുള്ളൂ. ഓക്കെ, ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഇത്രയാണ് കോമണായിട്ട് കാണുന്നത്. പിന്നെ പല പുതിയ വാക്കുകളും കാണുന്നുണ്ട്. ഇമോഷണൽ ഇൻ്റലിജൻസും സ്പിരിച്വൽ ഇൻ്റലിജൻസ് ഒക്കെ പോലെ. ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇമോഷൻസിന് നമുക്ക് ഒരു എന്താ പറയുക, ഒരു ഒബ്ജക്റ്റീവ്, അപ്പോൾ അതിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇമോഷൻസ് നമ്മൾ വഴിതെറ്റിക്കാം, നമ്മൾ ഒബ്ജക്റ്റീവിലേക്ക് പോകുന്നതിൽ വഴിതെറ്റിക്കുക. എന്നാൽ ആ ഇമോഷൻസിനെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്ന, അതിന് റെസ്പോൺസീവ്നെസ് ശരിയായ രീതിയിൽ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു പ്രോസസ്സാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മുടെ ഇമോഷൻസ് നമ്മളെ ഫൂളിഷ്നെസ്സിലേക്കല്ല, നേരെ മറിച്ച് ഓക്കെ ഇന്നതാണ് സിറ്റുവേഷൻ, ഇന്ന രീതിയിലൊന്ന് നമ്മൾ റെസ്പോണ്ട് ചെയ്യാൻ ഒന്ന് എടുക്കുന്ന ഒരു അപ്രോച്ചിനാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം, നമ്മൾ ഒബ്ജക്റ്റീവിലേക്ക് തന്നെ എത്തണം. അതിൻ്റെ ഇടയിൽ അനാവശ്യം ഇമോഷൻസ് ഇപ്പോൾ നെഗറ്റീവായിട്ട് നമ്മൾ ബാധിക്കുന്നില്ല എന്നുള്ളൊരു അപ്രോച്ചാണ് ഇമോഷണൽ ഇൻ്റലിജൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോക്കുക, എന്തെങ്കിലും പുതിയ വാക്കുകൾ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല ചോദിക്കുക, ഞാൻ പറ്റുന്ന പോലെ വീഡിയോ ചെയ്തിടാം. ഇപ്പോൾ ഞാൻ പൊതുവേ ചെയ്യുന്ന പോലെ എല്ലാ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കിയിട്ട് ചെയ്തിട്ടുണ്ട്, വീഡിയോ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അധികമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.